യൂട്യൂബർമാരുടെ മൈക്കിന് മുമ്പിൽ തല കുനിച്ച് നിൽക്കണമോ? ഇന്ന് 2025 ഡിസംബർ 9 ചൊവ്വാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ നമ്പർ 2584 ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരാളുടെ വീഡിയോ കണ്ടു. അതാണ് ഇന്ന് ഇങ്ങനെ ചിന്തിക്കാൻ കാരണമായത്. ജനറൽ നോളേജ് ആണ്, കുസൃതി ചോദ്യമാണെന്നും പറഞ്ഞ് ചില സ്ത്രീ പുരുഷന്മാർ മൈക്കും പിടിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതിൽ ചിലരുടെ ചോദ്യം തികച്ചും അശ്ലീലം കലർന്ന ദ്വയാർത്ഥ പ്രയോഗമായിരിക്കും. ഞാൻ ഇന്നലെ കണ്ട വീഡിയോയിൽ മയക്കും കൊണ്ടുവന്ന ഒരുവൻ്റെ ചോദ്യം ജയ് ഹിന്ദ് എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ച ആദ്യത്തെ മനുഷ്യൻ ആരാണ് എന്നതാണ്. ഇന്ത്യ ജയിക്കട്ടെ അല്ലെങ്കിൽ ഇന്ത്യ നീണാൽ വാഴട്ടെ എന്നാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥം. ആ വീഡിയോയിൽ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം 100% പേരും പറഞ്ഞു കണ്ടില്ല. പലരും ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടാതെ തികഞ്ഞ ജാള്യതയോടെ നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. എന്നാൽ ഇയാൾ ആർക്കും ഉത്തരം പറഞ്ഞു കൊടുത്തായി കാണാനും കഴിഞ്ഞില്ല. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരാണ് ആദ്യം പറഞ്ഞത് എന്ന് എന്നെപ്പോലെ നിങ്ങൾക്കും അറിയില്ല എന്നതിനാൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടിയ വിവരം നിങ്ങളെയും അറിയിക്കട്ടെ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് അബീദ് ഹസൻ എന്നും സൈൻ ഉൽ അബിദീൻ ഹസൻ എന്നും പേരുള്ള ഒരു വിപ്ലവകാരിയാണ്. 1940കളിൽ ജർമ്മനിയിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസിനെ പരിചയപ്പെട്ട ഈ മലയാളി വിപ്ലവകാരി ഈ കാര്യം സുഭാഷ് ചന്ദ്രബോസ് എന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ചർച്ച ചെയ്തപ്പോൾ അത് ഇന്ത്യൻ നാഷണൽ ആർമി INA ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ജയ് ഹിന്ദ് പ്രചാരം നേടിയത് എന്നാണ് ഗൂഗിൾ പറഞ്ഞത്. ജയ് ഹിന്ദിൻ്റെ തുടക്കക്കാരൻ ഒരു മലയാളിയാണെന്ന കാര്യം എൻ്റെ ആദ്യത്തെ അറിവാണ്. എന്നാൽ എന്തുകൊണ്ട് ഈ യൂട്യൂബർമാർ ഈ കാര്യം പൊതുജനത്തിൻ്റെ അറിവിനായി വീഡിയോയിൽ പറയുന്നില്ല? മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ഓട്ടത്തൊഴിലാളികൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, തൊഴിലുറപ്പ് ജോലിക്കാർ മുതലായ ആളുകൾ ഇവരുടെ മൈക്കിന് മുമ്പിൽ നിന്ന് ചമ്മുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നുന്നു. ഈ യൂട്യൂബർമാർ അവരുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ നടക്കുമ്പോൾ പൊതുജന മധ്യത്തിൽ അപഹാസ്യരാകുന്നത് സാധാരണക്കാരല്ലേ? ഒരിക്കലും ഒരാൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ നെഹ്റു എന്ന ചാച്ചാജിയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന കുട്ടികൾ ആരും കൃത്യമായ മറുപടി നൽകിയില്ല. അറിയില്ല, സിനിമാ നടനാണ് എന്ന് മാത്രമല്ല മറ്റാരൊക്കെയാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ ഈ ജെൻസി കുട്ടികൾക്ക് നെഹ്റു ആരാണ് എന്നറിയാത്തത് ഒരു വലിയ കുറവ് തന്നെ. അങ്ങനെയുള്ളവരെ ബോധവൽക്കരിക്കാനും പഠിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ വേറെ ചില വൃത്തികെട്ട സ്ത്രീകളുണ്ട്. അവർ നമ്മുടെ മുമ്പിൽ വന്ന് വൃത്തികെട്ട ലൈംഗിക വൈകൃതമുള്ള കുസൃതി ചോദ്യം ചോദിക്കുമ്പോൾ രണ്ട് കാര്യം നിങ്ങൾ അറിയുക. ഒന്ന്, നിങ്ങൾ പൊതുജന മധ്യത്തിൽ അപഹാസ്യരാകുകയാണ്. രണ്ട്, ഇവരിൽ ചിലർ പിന്നീട് ഇരകളും അതിജീവിതകളുമാകാൻ സാധ്യതയുള്ളവരുമാണ്. ഇനി നമുക്ക് പതിവ് പോലെ ബൈബിളിലേക്ക് തിരിയാം. നമ്മൾ ശരിതെറ്റുകൾ കണ്ടുപിടിക്കാൻ മാനദണ്ഡമാക്കുന്ന പുസ്തകം ബൈബിളാണല്ലോ. അതുകൊണ്ട് ബൈബിളിലെ തിമോത്തിയോസ് എന്ന ചെറുപ്പക്കാരനോട് ഒരു ഗുരുസ്ഥാനീയനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം അധ്യായം 2:14 കേൾക്കുന്നവരെ മറച്ചു കളയുന്നതല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക എന്നാണ് ഈ വാക്യം പറയുന്നത്. ഇവിടെ വിഷയം ആത്മീകമാണെങ്കിലും ഈ വാക്യം ഇന്നത്തെ യൂട്യൂബർമാർക്കും വളരെ അത്യാവശ്യമാണ്. ഒന്നിനും കൊള്ളാത്ത, തികച്ചും അശ്ലീല ചൊവ്വയുള്ള, മറ്റുള്ളവർ പരിഹസിക്കുന്ന വാക്കുകളിൽ നിന്നും ഇവർ ഒഴിഞ്ഞിരിക്കണം. ഇവർ എൻ്റെ മുമ്പിൽ എങ്ങാനും വന്ന് പെട്ടാൽ ഞാൻ ഇവരുടെ മൈക്ക് എൻ്റെ കയ്യിൽ മേടിച്ച് ഈ കാര്യങ്ങൾ അവരോട് തികഞ്ഞ ആജ്ഞയോടെ പറയും. തുടർന്ന് ബൈബിൾ പറയുന്നത്, ഇതേ പുസ്തകം, ഇതേ ലേഖനം 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതായി നിൽപ്പാൻ ശ്രമിക്കാമെന്നാണ്. ഇത് ഒരു സുവിശേഷനോട് പറയുമ്പോൾ തന്നെ ലോകത്തിൽ പരസ്യ സ്ഥലത്ത് പൊതുജനവുമായി സംവദിക്കുന്ന ആർക്കും ചേരുന്ന വാക്യമാണ് എന്ന് ഞാൻ വിനീതമായി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. സുവിശേഷം പറയാൻ സ്റ്റേജിൽ കയറി നിന്നിട്ട് മുൻപിൽ കാണുന്ന ആളുകളോട് താൻ ഇയാൾ ആരാടോ എന്നൊക്കെ ചോദിക്കുന്ന ചില പ്രമാണികളും ഈ കാര്യം ശ്രദ്ധിക്കണം. ചിലരുടെ പേരുകൾ എടുത്തു പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. സുവിശേഷം പ്രസംഗിക്കുന്നവരിൽ ഇതുപോലെ വിവരം കെട്ടവർ ഉണ്ടെന്ന് ലജ്ജാകരമാണ്. തുടർന്ന് 2:16 വായിക്കുമ്പോൾ ഭക്തി വിരുദ്ധമായ വ്രതാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കാം, ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും എന്ന വാക്യം ഈ കൂട്ടരെ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. 2:17 അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. പൊതുജന മധ്യത്തിൽ മയക്കുമായി നിന്ന് മറ്റുള്ളവരെ ചെറുതായി കാണിക്കുന്ന ഇവരുടെ വാക്ക് സമൂഹത്തിൽ അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളും സൂക്ഷിക്കുക എന്ന് നിങ്ങളുടെ കൂട്ടുസഹോദരൻ ഷിബു കൊടുങ്ങല്ലൂർ. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9605581081. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.